ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടില്ല എല്ലാവർക്കും ഒരുപോലെ ഉപകാരമാവുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. വെറും 2 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചിട്ട് നല്ല ക്രീമി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലെ മയണൈസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഒരുപാട് ഓയിലൊന്നും വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു മിക്സി എടുത്തിട്ടുണ്ട്. അതിലേക്ക് മുട്ടയുടെ വെള്ളയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വേഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ഒരു മയണൈസ് ഉണ്ടാക്കുമ്പോൾ ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ അടുത്തൊക്കെ ഓയിൽ വേണ്ടി വരും. ഭയങ്കര എന്താ പറയുക, ഹെൽത്തി അല്ലാത്ത ഒന്നാണ്. അതുകൊണ്ട് ഇങ്ങനെ ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ ടെൻഷൻ ഇല്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ 3 ചെറിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരെണ്ണേ വേണ്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ 1 ടീസ്പൂൺ വിനാഗിരി ചേർക്കുന്നുണ്ട്. പുളി കുറവാണെങ്കിൽ ലാസ്റ്റ് നോക്കിയിട്ട് ഇച്ചിരി കൂടെ ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. പഞ്ചസാര നിർബന്ധമില്ല, വേണമെങ്കിൽ ചേർക്കാം. ചെറിയൊരു ഒരു ഹോട്ടലിൽ കിട്ടുന്ന ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ കുരുമുളക് പൊടി ചേർത്തിട്ടില്ല, അല്ലാണ്ട് തന്നെ ഞാനിതിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. അടിക്കുമ്പോൾ ഒരു 30 സെക്കൻഡിൽ കൂടുതൽ അടിക്കരുത്, അത്രയും അടിച്ചെടുത്താൽ മതി. അപ്പോൾ ചെറിയൊരു എരിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 നുള്ളു കുരുമുളകും കൂടി ഇട്ടിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഓയിലാണ്. ഓയിൽ 2 സ്പൂൺ അത്രയും വേണ്ടുള്ളൂ. ഞാനിവിടെ കറക്റ്റ് 2 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടില്ല, സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടില്ല, വെളിച്ചെണ്ണയൊന്നും എടുക്കരുത്. അപ്പോൾ അത് ചേർത്തിട്ട് ഒന്നും കൂടി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ ഒരുപാട് നേരമായിട്ട് അടിക്കേണ്ട ആവശ്യമില്ല, 10-20 സെക്കൻഡ് ഒക്കെ അടിച്ചാൽ മതി. അപ്പോൾ ഇത് ഇപ്പം നമ്മൾ ഓയിൽ ചേർത്താൽ ഇത് കുറച്ച് ലൂസായിട്ട് തന്നെ ഉണ്ടാവുക, പക്ഷേ ടെൻഷൻ അടിക്കേണ്ട. സാധാരണ നമ്മൾ ഓയിൽ ചേർത്തിട്ട് ഇതിങ്ങനെ കട്ടിയാക്കി എടുക്കുക ചെയ്യുക. പക്ഷേ ഇതിന് പകരമായിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് ചെറിയൊരു ട്രിക്കാണ്. ചിലപ്പോൾ നിങ്ങളൊക്കെ ട്രൈ ചെയ്യാറുണ്ടാവും. അറിയാത്തവരെന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ്, മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. മുഴുവനൊന്നും ചേർക്കേണ്ട. എത്ര ചേർത്തു എന്ന് ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഉരുളക്കിഴങ്ങിൻ്റെ ടേസ്റ്റ് ഒന്നും ഇതിന് ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ ഞാനൊരു 3-4 ചെറിയ പീസാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ചേർത്തിട്ട് നമുക്കിനി ഒന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിത് അടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇപ്പം അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം അങ്ങനെ ഒരുപാട് കട്ടിയിലല്ല ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ സാധാരണ മയണൈസ് ഭയങ്കര തിക്കായിട്ടുള്ള മയണൈസ് അല്ല ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് വേറൊരു ട്രിക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ ആദ്യം ഉണ്ടാക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ചെയ്യുക. നമ്മൾ കടയിൽ നിന്ന് കിട്ടുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ ഉണ്ടാവും. ഒരുപാട് തിക്കായിട്ടൊന്നും അല്ല മയണൈസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചും കൂടി തിക്കാവണമെന്നുണ്ടെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഒന്ന് ചുമ്മാ താഴെ വെച്ചാൽ മതി. നല്ല കട്ടിയായിട്ട് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ എത്ര ഉരുളക്കിഴങ്ങ് എടുത്തു എന്ന് കാണിച്ചു തരാം. ഇതാണ് ഞാൻ ആദ്യം എടുത്ത പകുതി ഉരുളക്കിഴങ്ങ്. അത് ഞാൻ തൊട്ടിട്ടില്ല. അതിൻ്റെ ബാക്കി പകുതിയാണ് ഞാൻ ആവശ്യത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ 1/4 ഭാഗം പോലും എടുത്തിട്ടില്ല. അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ 1/4 ഭാഗം പോലും നമുക്ക് വേണ്ട ഇത് കട്ടിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അടിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് നല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1-2 പീസ് എക്സ്ട്രാ ഉരുളക്കിഴങ്ങിൻ്റെ പീസും കൂടെ ചേർത്ത് അടിച്ചു കഴിഞ്ഞാൽ നല്ല ക്രീമി ആയിട്ട് നല്ല തിക്കായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറച്ച് ഉരുളക്കിഴങ്ങ് ചേർത്തെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങിൻ്റെ ടേസ്റ്റ് എവിടെ ഉണ്ടാവില്ല. നമ്മൾ നോർമൽ മയണൈസ് ഉണ്ടല്ലോ, അതിൻ്റെ ടേസ്റ്റ് തന്നെ ഉണ്ടാവും. 100% നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ സംഭവം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയാം. ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്യണേ, ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ നല്ല കിടുക്കനായിട്ടുള്ള റെസിപ്പീസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.